Allahu 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 Allah. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahirrahmanirrahim. Darsul Mishkat, കിതാബുൽ ഫളാഇലി വശമാഇൽ എന്ന കിതാബിൽ ബാബു ഫളാഇലി സയ്യിദുൽ മുർസലീൻ എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഇതിന് ഈ സമയം മുൻഗണന നൽകിയിരിക്കുകയാണ്. 7 ഹദീസുകളാണ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നാം ചർച്ച ചെയ്തത്. 8ാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിനൽ അംബിയാഇ മിൻ നബിയ്യിൻ, അംബിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ പ്രവാചകനും ഇല്ല, മുഅ്ജിസത്തുകളിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടിട്ടല്ലാതെ പ്രവാചകന്മാർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ, മാ ഒരു മുഅ്ജിസത്ത്, മിസ്ലുഹു അങ്ങനത്തെ മുഅ്ജിസത്ത്, ആമന അലൈഹിൽ ബശറു, അതുകൊണ്ട് ആ മുഅ്ജിസത്ത് കണ്ടിട്ട് ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനത്തെ മുഅ്ജിസത്ത് എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. വഇന്നമാ കാനല്ലദീ ഊതീതു, എനിക്ക് നൽകപ്പെട്ടതായ മുഅ്ജിസത്ത് വഹ്യന്നത് വഹ്യായിട്ടാണ് നൽകപ്പെട്ടത്. അല്ലാഹുവിന്റെ കലാം. ഔഹല്ലാഹു ഇലയ്യ, അല്ലാഹുവിലേക്ക് എന്നെ അതിനെ വഹ്യറിയിച്ചു. വഅർജു അൻ അകൂന അക്സറഹും താബിയൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ അമ്പിയാക്കളെക്കാളും കൂടുതൽ അനുയായികൾ എനിക്കുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 9ാമത്തെ ഹദീസ് വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉതീതു ഖംസൻ ലം യുതഹുന്ന അഹദുൻ ഖബ്ലി, ഉതീതു ഖംസൻ, 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലം യുതഹുന്ന, ഈ 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടില്ല, അഹദുൻ, ഒരാൾക്കും, ഖബ്ലി, എന്റെ മുമ്പ്. അങ്ങനെയുള്ള 5 കാര്യങ്ങൾ, മറ്റ് അമ്പിയാക്കൾക്ക് നൽകപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടു. 1, നുസിറതു ബിറുഅബി മസീറത ശഹ്രിൻ, നുസിറതു, എന്നെ സഹായിക്കപ്പെട്ടു, ബിറുഅബി, ശത്രുവിന്റെ ഹൃദയത്തിൽ ഭയത്തിന് ഇട്ടുകൊടുത്തുകൊണ്ട്, മസീറത ശഹ്രിൻ, ഒരു മാസത്തെ ദൂരത്തേക്ക് ശത്രു എത്തുന്ന സമയത്ത് തന്നെ. വഖദ് ഔഖഅല്ലാഹു തആല ഫീ ഖുലൂബി അഅദാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖൗഫ മിൻഹു ഫഇദാ കാന ബൈനഹു വ ബൈനഹും മസീറത്തു ശഹ്രിൻ ഹാബു വ ഫസഉ. അതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിവരിച്ചത്. ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്തെത്തുമ്പോൾ തന്നെ
ശത്രുക്കൾക്ക് ഒരു ഭയം ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥ കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. അതാണ് ഒരു കാര്യം. ഭൂമിയെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി മസ്ജിദ, സുജൂദ് ചെയ്യാൻ പറ്റുന്ന ശുദ്ധിയുള്ള സ്ഥലമാക്കി എന്നർത്ഥം. ഭൂമി വളരെ വൃത്തിയുള്ളതാണ്, എന്നാൽ നജസായി കഴിഞ്ഞാൽ നജസാകും. അപ്പൊ നജസ് ഇല്ല എന്ന് ആയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയാതിരുന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംസ്കരിക്കാൻ പറ്റും. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് എന്റെ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പുരുഷന് അവനിക്ക് സംസ്കാരത്തിന്റെ സമയമെത്തിയാൽ സംസ്കരിക്കട്ടെ. കാരണം ഭൂമി ഒട്ടാകെ വൃത്തിയുള്ളതാണ്. വല്ല മുണ്ടോ പേപ്പറോ ഒക്കെ വിരിച്ച് എവിടെയും സംസ്കരിക്കാവും. എനിക്ക് ഗനീമത്ത് സ്വത്തിനെ അനുവദനീയമാക്കപ്പെട്ടു. എന്റെ മുമ്പ് ഒരാൾക്കും ഇങ്ങനെ ഗനീമത്ത് സ്വത്ത് അനുവദനീയമാക്കപ്പെട്ടിരുന്നില്ല. എനിക്ക് ശഫാഅത്തിന് നൽകപ്പെട്ടു, ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം. എന്റെ മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ ഓരോ ജനതയിലേക്കായി പ്രത്യേകമായിട്ടായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത്. എന്നെ എല്ലാ ജനങ്ങളിലേക്കുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറഞ്ഞു, ഫുളിൽതു അലൽ അംബിയായി ബിസിത്തിൻ, എന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടു മറ്റംബിയാക്കളെക്കാൾ ബിസിത്തിൻ, 6 കാര്യങ്ങളെ കൊണ്ട്. ഒന്ന്, ഉഅതീതു ജവാമിഅൽ കലിമി, പരിശുദ്ധമായ ഖുർആനിനെ എനിക്ക് നൽകപ്പെട്ടു. 2, വനുസിറതു ബിറുഅബി, ശത്രുവിന്റെ ഹൃദയത്തിൽ പേടിയിട്ട് കൊടുത്തുകൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു, ഭയമിട്ട് കൊടുത്തു. ഗനീമത്ത് സ്വത്ത് എനിക്ക് അനുവദനീയമാക്കപ്പെട്ടു. ഭൂമിയെ എനിക്ക് സ്കരിക്കാൻ പറ്റുന്നതും ശുദ്ധിയുള്ളതുമാക്കപ്പെട്ടു, സുജൂദ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. എന്നെ അയക്കപ്പെട്ടു ഇലൽ ഖൽഖി ഖാഫ, എല്ലാ മനുഷ്യരിലേക്കുമാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. പ്രവാചകന്മാരെ എന്നെ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. ഇതെല്ലാം എനിക്ക് പ്രത്യേകമായി നൽകിയ അനുഗ്രഹമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ബിജവാമിൽ കലിമി, എന്നെ നിയോഗിക്കപ്പെട്ടു പരിശുദ്ധമായ ഖുർആൻ കൊണ്ട്. വനുസിർതു ബിറുഅബി, ശത്രുവിന്റെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുത്തുകൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു. ഞാൻ ഉറങ്ങുന്നതിനിടയിൽ റഅയ്തുനി, ഞാൻ കണ്ടു സ്വപ്നത്തിൽ, ഭൂമിയുടെ മുഴുവൻ ഖജാനയുടെയും ചാവികൾ എനിക്ക് നൽകപ്പെട്ടതായി. എന്റെ കയ്യിൽ അത് വെക്കപ്പെട്ടു. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 12ാമത്തെ ഹദീസ്. وعن ثوبان
ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സവാലിയ, ഇന്നല്ലാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല സവാലിയ, എനിക്ക് ചുരുട്ടി തന്നു, അല്ലർവ, ഭൂമിയെ, ഭൂമി ചെറുതാക്കി എനിക്ക് തന്നു. അങ്ങനെ ചെറുതാക്കി തന്നപ്പോൾ, അങ്ങനെ കാണിച്ചു തന്നപ്പോൾ, ഫറഅയ്തു മശാരികഹാ വ മഗാരിബഹാ, ഭൂമിയുടെ ഉദിക്കുന്ന സ്ഥലവും അസ്തമിക്കുന്ന സ്ഥലവും ഞാൻ കണ്ടു, ഭൂമി ഒട്ടാകെ ഞാൻ കണ്ടു. വഇന്ന ഉമ്മത്തി, തീർച്ചയായും എന്റെ സമുദായം, സയബ്ലുഗു മുൽക്കുഹാ, അവരുടെ ഭരണം എത്തുന്നതാണ്, മാ സുബിയ ലീ മിൻഹാ, എനിക്ക് ആ ഭൂമിയിൽ നിന്ന് ചുരുട്ടി തന്നതായ സ്ഥലത്തെല്ലാം എത്തും. വഉതീതു, എനിക്ക് നൽകപ്പെട്ടു, ഖംസൈനി, രണ്ട് നിധികൾ, അൽ അഹ്മറ വൽ അബിയദ, സ്വർണവും വെള്ളിയും. വഇന്നി സഅൽതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടി, അല്ലാ യുഹ്ലിക ബിസിനത്തിൻ ആമിൻ, വ്യാപകമായ ഒരു കാലമുസീബത്ത് കൊണ്ട് അവരെ ഒട്ടാകെ നശിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു. വഅല്ലാ യുസല്ലിത അലൈഹിം അദുവൻ, അവരുടെ മേലിൽ ഒരു ശത്രുവിനെ അധികാരപ്പെടുത്തരുത്, മിൻ സിവാ അൻഫുസിഹിം, അവരുടെ ശരീരമല്ലാത്തവരിൽ നിന്ന്, ഫയസ്തബിയ ബൈളതഹും, അങ്ങനെ അവരെ ഒട്ടാകെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശത്രുവിനെ അവരെ മേലിൽ ഏൽപ്പിക്കരുത് എന്നും ഞാൻ ആവശ്യപ്പെട്ടു. വഇന്ന റബ്ബി ഖാല, എന്റെ റബ്ബ് ആ സമയത്ത് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, ഇദാ ഖളൈതു ഖളാഅൻ, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഫഇന്നഹു ലാ യുറദ്ദു, ആ തീരുമാനത്തിനെ പിന്നെ തട്ടുകയില്ല, അതിനെ മടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വഇന്നി, തീർച്ചയായും ഞാൻ, അഅതൈതുക ലി ഉമ്മത്തിക, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു, അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ആമിൻ, വ്യാപകമായ ഒരു കാലമുസീബത്ത് കൊണ്ട്, പ്രകൃതി ദുരന്തം കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ഞാൻ നശിപ്പിക്കുകയില്ല. വഅല്ലാ ഉസല്ലിത അലൈഹിം അദുവൻ, അവരുടെ മേലിൽ ഞാൻ ഒരു ശത്രുവിനെ ഏൽപ്പിക്കുകയില്ല, സിവാ അൻഫുസിഹിം, അവരല്ലാത്ത, ഫയസ്തബിയ ബൈളതഹും, അവരെ ഒട്ടാകെ നശിപ്പിക്കുന്ന ശത്രുവിനെ ഞാൻ ഏൽപ്പിക്കുകയില്ല. വലവിജ്തമഅ അലൈഹിം മിൻ അഖ്താരിഹാ, ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും അവരുടെ മേലിൽ ഒരുമിച്ച് കൂടിയാലും, അവരിൽ നിന്ന് ചിലരെ നശിപ്പിക്കുകയല്ലാതെ ഉണ്ടാവുകയില്ല. ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 13ാമത്തെ ഹദീസ്. വഅൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മർറ ബി മസ്ജിദി ബനി മുആവിയ, മസ്ജിദ് ബനു മുആവിയ എന്ന പള്ളിയുടെ അരികിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ, ദഖല, ആ പള്ളിയിൽ കയറി, ഫറകഅ ഫീ റകഅത്തൈനി, 2 റകഅത്ത് നിസ്കരിച്ചു. വസല്ലൈന മഅഹു, ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കയറിയിട്ട് ആ പള്ളിയിൽ നിന്ന് തഹിയ്യത്തിന്റെ 2 റകഅത്ത് നിസ്കരിച്ചു. ലോഹാസ്കാരവും ആവാം, രണ്ടും കിട്ടും. വദഅ റബ്ബഹു തവീല, അങ്ങനെ നമസ്കാര ശേഷം വളരെയധികം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാർത്ഥന നടത്തി, കുറെ സമയം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോന്നു.
وقال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഅൽതു റബ്ബി സലാസ. ഈ പള്ളിയിൽ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ റബ്ബിനോട് 3 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. സിന്തൈനി ഫഅതാനി സിന്തൈനി, 2 കാര്യം എനിക്ക് അനുവദിച്ചു തന്നു. വമനഅനി വാഹിദ, 1 എനിക്ക് വിലങ്ങുകയും ചെയ്തു. സഅൽതു റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു അല്ലാ യുഹ്ലിക ഉമ്മതി ബിസ്സിനാ, പ്രകൃതി ദുരന്തം കൊണ്ട് എന്റെ സമുദായത്തിനെ ഒട്ടാകെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദുരന്തം നൽകരുത് എന്ന് ഞാൻ ചോദിച്ചു. ഫഅതാനിഹ, അതെനിക്ക് അനുവദിച്ചു തന്നു. വസഅൽതു, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു അല്ലാ യുഹ്ലിക ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കരുത് ബിൽ ഖറഖി, എല്ലാവരെയും ഒട്ടാകെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന രീതിയിലുള്ള ഒരു നശീകരണം ഉണ്ടാവരുത് എന്ന് ഞാൻ ചോദിച്ചു, ആവശ്യപ്പെട്ടു. ഫഅതാനിഹ, അതും അനുവദിച്ചു. വസഅൽതു അല്ലാ യജഅല ബഅസഹും ബൈനഹും, അവർ തന്നെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, യുദ്ധമുണ്ടാകുന്ന അവസ്ഥയുണ്ടാക്കരുത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതെനിക്ക് അനുവദിച്ചില്ല, അത് എന്നെ തൊട്ട് വിലങ്ങി. ഇവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്ത ഭാഗം 14-ാമത്തെ ഹദീസ് മുതൽ പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷവും ആഹത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാര് പലരും ഇന്ന് ഖബറുകളിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.